SUD ആശുപത്രിയുടെ 5ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ അദ്ദേഹത്തെ ചില നഴ്സുമാർ കാണുകയും ആത്മഹത്യാ ശ്രമത്തിന് പെട്ടെന്ന് അത് തടയാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം താഴോട്ട് വീണു എന്നുള്ളതാണ്. സ്റ്റെയറിന്റെ നടുക്കുള്ള അല്ലെങ്കിൽ മധ്യഭാഗത്തായിട്ടുള്ള ഒഴിവിൽ നിന്ന് താഴോട്ട് ചാടിയാണ് അദ്ദേഹം ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. നമസ്കാരം. തിരുവനന്തപുരം SUD ആശുപത്രിക്ക് മുൻവശത്താണ് നമ്മളുള്ളത്. ഇവിടെ നിന്ന് ഏറെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. വൃദ്ധരായ ദമ്പതികളാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇവിടെ വന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ്. ഇന്ന് രാവിലെയോടെയാണ് ഈ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. ആശുപത്രിയിൽ 10 ദിവസത്തിലധികമായിട്ട് ചികിത്സയിലായിരുന്ന ഭാര്യ ജയന്തിയെയാണ് ഭർത്താവ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. കരകുളം സ്വദേശിയായിട്ടുള്ള ജയന്തിയാണ് മരണപ്പെട്ടത്. ഭർത്താവ് ഇതിനുശേഷം ഇവിടെ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. ഭർത്താവായിട്ടുള്ള ബാസുരേന്ദ്രനാണ് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നത്. SUD ആശുപത്രിയുടെ 5ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ അദ്ദേഹത്തെ ചില നഴ്സുമാർ കാണുകയും ആത്മഹത്യാ ശ്രമത്തിന് പെട്ടെന്ന് അത് തടയാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം താഴോട്ട് വീണു എന്നുള്ളതാണ്. സ്റ്റെയറിന്റെ നടുക്കുള്ള അല്ലെങ്കിൽ മധ്യഭാഗത്തായിട്ടുള്ള ഒഴിവിൽ നിന്ന് താഴോട്ട് ചാടിയാണ് അദ്ദേഹം ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമാണ്. മരണം എന്നുള്ളത് അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്നതിനെ കുറിച്ചൊരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല. എങ്കിൽ പോലും സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം ഇതിന് കാരണം എന്നുള്ള സൂചനകളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഏറെ നാളായി ചികിത്സയിലായിരുന്ന ഭാര്യയെ കൊലപ്പെടുത്തിയാണ് ബാസുരേന്ദ്രൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. SUD ആശുപത്രിയിൽ ഏകദേശം 10 ദിവസത്തിലധികമായി ചികിത്സയിലായിരുന്നു. അതേസമയത്ത് 1 വർഷത്തിലധികമായി വൃക്ക രോഗവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യ ജയന്തി ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് വിവരം. എന്തായാലും നിയമ നടപടികളൊക്കെ തുടരുകയാണ്. പോലീസ് സംവിധാനങ്ങൾ അടക്കം ആശുപത്രിക്ക് മുൻവശത്തായിട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 മക്കളാണ് ദമ്പതികൾക്കുണ്ടായിരുന്നത്. അതിൽ മകൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ആശുപത്രിക്ക് അകത്തുണ്ട് എന്ന് തന്നെയാണ് സൂചന. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് പിറകിലുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെയുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാകാം എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഏകദേശം 60 വയസ്സാണ് ജയന്തിക്ക് ഉള്ളത് എന്നാണ് സൂചന. അതേസമയത്ത് 70 വയസ്സോളമാണ് ബാസുരേന്ദ്രനുള്ളത്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ബാസുരേന്ദ്രൻ 5ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് ചാടുന്നത് കണ്ട നഴ്സുമാർ ഉടൻ തന്നെ വിവരം അറിയിക്കാൻ വേണ്ടി ചികിത്സയിലായിരുന്ന ജയന്തിയുടെ അടുക്കയിലേക്ക് അല്ലെങ്കിൽ ജയന്തി ചികിത്സയിൽ കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുകയായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് അവിടെ ഈ ജയന്തി എന്ന് പറയുന്ന ആൾ കൊലപ്പെട്ട് കിടക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതായത് ബാസുരേന്ദ്രൻ തന്നെ അവരെ ആ ഇലക്ട്രിക് ബെഡിന്റെ വയർ ഉപയോഗിച്ച് കഴുത്ത് ഞെരുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പോലീസ് സംവിധാനങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരും ഇൻക്വസ്റ്റ് നടപടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തുവരും. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കണം ഇതിന് പിറകിൽ ഉള്ളത് എന്നുള്ള ഒരു സൂചന മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. No.